കേരളത്തിൽ ആണവ നിലയം എന്ന ആശയം അത്ര പുതിയതൊന്നുമല്ല. 1990കളുടെ ആദ്യം തന്നെ പെരിങ്ങോമിൽ ആണവ നിലയം, പൂയംകുട്ടിയിൽ ആണവ നിലയം എന്നൊക്കെ ഇവിടെ വാചകം അടിച്ചു. പക്ഷെ പിന്നെ അത് കുറെ കഴിഞ്ഞപ്പോൾ അവർ തന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ വീണ്ടും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെയർമാൻ ബിജു പ്രഭാകറാണ് എന്ന് തോന്നുന്നു ഈ ആശയം ഇപ്പോൾ മുമ്പോട്ട് വെച്ചു. അദ്ദേഹം ഏതോ ചില ഏജൻസികളുമായൊക്കെ ചർച്ച ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കാര്യം ആദ്യമേ പറയാം, കേരളത്തിൽ ആണവ നിലയം വരാനേ പോകുന്നില്ല. അതിപ്പോൾ ആരെ എതിർത്താലും എതിർത്തില്ലെങ്കിലും വരാൻ പോകുന്നില്ല. അതിന് കാരണം ആണവ നിലയം തന്നെ ലോകത്ത് വളരെ കുറച്ചേ ഇപ്പോൾ ഉണ്ടാകുന്നു. അമേരിക്കയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇനി ആണവ നിലയം ഉണ്ടാക്കേണ്ട തീരുമാനിച്ചു. 2011 ഫുക്കുഷിമ അപകടത്തിന് ശേഷം ജപ്പാനിൽ ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നതേ ഇല്ല. 33% വൈദ്യുതിയാണ് ആണവ നിലയങ്ങൾ അവിടുന്ന് കൊടുത്തിരുന്നത്. അത് മുഴുവൻ പൂട്ടിയവർ. അതിന് കാരണം പൂട്ടിയത് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രശ്നം കൊണ്ടല്ല, അതിന്റെ ഇൻഷുറൻസ് പ്രശ്നം കൊണ്ടാണ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപകടം പറ്റിയാൽ പണം കൊടുക്കാൻ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറല്ല. ആണവ അപകടത്തിന്റെ പ്രശ്നം അത് കാലത്തിനും സ്ഥലത്തിനും അതീതമാണ് എന്നുള്ളതാണ്. കാരണം അത് അവിടുന്ന് ആണവ മാലിന്യങ്ങൾ ഒലിച്ചു പോയാൽ, ജപ്പാൻ അത്രയും കൃത്യമായി നിയമങ്ങൾ പാലിക്കുന്നതുകൊണ്ട് ആണവ മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യാൻ തന്നെ അവർക്ക് വേണ്ടി വന്ന തുക അത് നിർമ്മാണ ചെലവിനേക്കാൾ കൂടുതലാണ്. ഇന്ത്യയിൽ പിന്നെ അങ്ങനെ കുഴപ്പമില്ല, കുറെ ആൾ മരിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് അത്രയൊന്നും വരില്ല. പക്ഷേ അതിനേക്കാളൊക്കെ പ്രശ്നം കേരളത്തിൽ എവിടെയാണ് ആണവ നിലയം സ്ഥാപിക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ്. കേൾക്കുന്നത് ആതിരപ്പള്ളി എന്നാണ്. ചിരിച്ചു ചത്തുപോകുന്നു. ആതിരപ്പള്ളിയിൽ ഇതുവരെ ഒരു ഡാം കെട്ടാൻ അനുമതി കിട്ടാൻ വേണ്ടി എത്ര കൊല്ലമായി നടക്കുന്നു? ഇതുവരെ കിട്ടിയോ? ഒരു ഡാം കെട്ടാൻ പറ്റാത്ത സ്ഥലത്താണ് നിങ്ങൾ ആണവ നിലയം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വനത്തിനടുത്ത് ആണവ നിലയം ലോകത്തിൽ എവിടെയെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഒന്ന്, ഏതെങ്കിലും രാജ്യം ഇപ്പൊ ആണവ നിലയം എത്ര രാജ്യങ്ങൾ ഉണ്ടാക്കും? ചൈന ഒഴിച്ച് ഒരു രാജ്യം ഇപ്പൊ ഉണ്ടാക്കുന്നില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെയാണ്. അത് എങ്ങനത്തെ ആണവ നിലയം വരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ പറയാം. ഇനി ആണവ നിലയം ഇങ്ങനൊരു സ്ഥലത്ത് ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതിന്റെ വേസ്റ്റ് എവിടെയാണ് കൊണ്ടിടുക. ആ ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് കൊണ്ടാണ് പല രാജ്യങ്ങളും ഇപ്പോൾ ആണവ നിലയം നിർത്തിക്കളഞ്ഞത്. ആ മേഖലയിൽ കുറെക്കാലം പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ ആണവ നിലയങ്ങളുടെ പ്രധാന ചോദ്യം, അതിന് പുറത്തു വരുന്ന അതിന്റെ അപകടം. ഒന്ന്, അപകടം ഉണ്ടായാൽ പിന്നെ അത് പ്രവർത്തിക്കാനേ പറ്റില്ല. അപകടത്തിനേക്കാളൊക്കെ പ്രധാനം അതിന്റെ വേസ്റ്റ് ആണ്. ഒരു അപകടം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പുറത്തു വരുന്ന വെള്ളവും അതിന്റെ വേസ്റ്റും എന്ത് ചെയ്യും? ഈ ചോദ്യത്തിന് ഇപ്പോഴും ഒരു മറുപടിയും. മാത്രവുമല്ല, ഒരു ആണവ നിലയം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് പണിത് ഏത് ആണവ നിലയാണ്? ചുരുങ്ങിയത് 10-20 വർഷം എല്ലാ അനുമതിയും കിട്ടിയാൽ എടുക്കും. എന്നിട്ട് വേണ്ടേ 20 വർഷം കഴിഞ്ഞിട്ട് ഇത് എന്തുണ്ടാവുന്ന ആർക്കറിയാം? എപ്പോൾ പണിയെന്ന് ആർക്കറിയാം? ആണവ നിലയം പണിയാൻ തുടങ്ങി എത്ര വർഷം എടുക്കും? അപ്പൊ 20 വർഷം 25 വർഷവും കഴിഞ്ഞിട്ട് ആണവ നിലയം വരുമെന്ന് പറഞ്ഞാൽ അന്ന് എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ നാശം ഇവിടെ ഉണ്ടാക്കി വെക്കുകയും അത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗം ഇല്ലാതാവുകയും ചെയ്യും. ഒരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ, കായംകുളത്ത് ഒരു താപനിലയുണ്ടല്ലോ, ഇത്രയൊന്നും കുഴപ്പമില്ലല്ലോ, അത് അനുമതി കിട്ടിയതാണ്, പ്രവർത്തിച്ചു, എന്തത് പ്രവർത്തിക്കാത്തത്? അപ്പൊ പറഞ്ഞത് കായംകുളത്ത് താപനിലയം പ്രവർത്തിച്ചാൽ അത് ചെലവ് കൂടുതലാണ്. എന്താണ് ബ്രഹ്മപുരത്തെ ഡീസൽ നിലയം പ്രവർത്തിക്കാത്തത്? എന്താ നല്ലളത്ത് പ്രവർത്തിക്കാത്തത്? എന്താണ് കാസർഗോഡ് മയിലാട്ടിയിൽ ഡീസൽ നിലയം? ഈ 3 ഡീസൽ നിലയങ്ങൾ 300 മെഗാവാട്ടിന്റെ കേരളത്തിലുണ്ട്. കായംകുളം താപനിലയം 350 മെഗാവാട്ടിന്റെ ഉണ്ട്. ഇനി വേണ്ട, ഏലൂരിൽ BSES തുടങ്ങി ഇപ്പോൾ റിലയൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു സ്വകാര്യ താപനിലയുണ്ട്. ഇവിടുന്ന് ഒന്നും വൈദ്യുതി വാങ്ങുന്നില്ല. എന്താ വാങ്ങാത്തത്? വൈദ്യുതി ഇവിടുന്നൊക്കെയുള്ള വൈദ്യുതി വളരെ വില കൂടിയതാണ്. പകരം വൈദ്യുതി നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുന്ന വൈദ്യുതി വില കുറവാണ്. അതിന് കാരണം നാഷണൽ ഗ്രിഡിൽ പൊതുവെ വില കുറവാണ്. ഇപ്പോൾ വൈദ്യുതിക്ക് വൈദ്യുതി ഉൽപാദനം കൂടുതലാണ്, ആവശ്യത്തേക്കാൾ കൂടുതലാണ്, അതുകൊണ്ട് വില കുറവാണ്. അത് വേറൊരു മാന്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. പിന്നെ കേരളത്തിന്റെ ആവശ്യം സംബന്ധിച്ച് 2030 ആകുമ്പോഴേക്കും കേരളത്തിൽ 10,000 മെഗാവാട്ട് ആവശ്യം വരുന്നു. ചിരി എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ചിരിക്കാൻ ഒരു വഴിയില്ല. 2030 ആകുമ്പോൾ ഇവിടെ ആണവ നിലയം വരാൻ പറ്റും. 6 വർഷം കൊണ്ട് ആണവ നിലയം പഠിക്കും. എവിടെയെങ്കിലും ഒന്ന് പണിതിട്ടുണ്ടോ? ഇവിടെ അനുമതി പോലും ആലോചിക്കില്ല. അതിനു മുമ്പ് 6 വർഷം കൊണ്ട് ആണവ നിലയം ഇന്ത്യയിൽ എവിടെയെങ്കിലും പണിതിട്ടുള്ള ഒരു സ്ഥലം പറഞ്ഞു തന്നാൽ ഞാൻ കൊള്ളാം. അനുമതി തുടങ്ങണോ? അതിന്റെ പ്രതിഷേധങ്ങൾ, അതിന്റെ പ്രശ്നം, ലാൻഡ് അക്വിസിഷൻ, പാരിസ്ഥിതിക അനുമതി ഒക്കെ കഴിയണം. 6 വർഷം കൊണ്ട്. അപ്പൊ 2030 ഈ ആണവ നിലയം കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. ഇനി ഈ ആണവ നിലയം പണിയാൻ നമ്മൾ തീരുമാനിച്ചാൽ തന്നെ അതിന്റെ ഇന്ധനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇറക്കുമതി ഇന്ധനവുമായി ബന്ധപ്പെട്ടത് ഇപ്പൊ കൂടംകുളത്തൊക്കെ ആ പ്രശ്നങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരാൻ പോവാണ്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത് ആദ്യം പറയേണ്ടത് ഇവിടെ ഉള്ള നിലയങ്ങൾ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. കായംകുളവും ബേപ്പൂരും നല്ലളവും ബ്രഹ്മപുരവും എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നില്ല. പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ടത്, നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ പണം കൊടുക്കുന്ന ആളല്ലേ. എന്തിനൊക്കെയാണ് പണം കൊടുക്കണമെന്ന് അറിയോ? കായംകുളം നിലയത്തിൽ നിന്ന് വൈദ്യുതി വാങ്ങാത്തതിന് ഐഡ്ലിംഗ് ചാർജ്. ബ്രഹ്മപുരവും നല്ലളവും, കോഴിക്കോട് നല്ലളവും നമ്മൾ അവിടെ കുറെ ആളുകളെ ഇരുത്തിയിട്ടുണ്ട്. അവിടെ കുറെ ആളുണ്ട്. അവിടുത്തെ ഉപയോഗിക്കുന്ന കറണ്ടെങ്കിലും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവിടെ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്, അവിടുത്തെ ആളുകൾ ശമ്പളം കൊടുക്കുന്നുണ്ട്. ആ പൈസയും ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കണം.
ഈ ഏലൂര് നിലയത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം. കാരണം സ്വകാര്യ മുതലാളിയാണ് നിലയം സ്ഥാപിച്ചിട്ടുള്ളത്. ഇത്ര വൈദ്യുതി നമ്മൾ എടുത്തുകൊള്ളാമെന്നാണ് കരാർ, പവർ പർച്ചേസ് എഗ്രിമെന്റ്. അതനുസരിച്ച് വേറൊരു കരാറിന്റെ വേറൊരു ഭാഗമുണ്ട്, നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഇത്ര രൂപ നഷ്ടപരിഹാരം വർഷം പ്രതി തരണം എന്നൊരു കരാറുണ്ട്. മൈലാട്ടിയിലും ഏതാണ്ട് അതേപോലെ ഒരു സംഗതിയാണ്. അപ്പോൾ കുറെ പൈസ പ്രതിവർഷം കൊടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആ നിലയങ്ങൾ അടച്ചിട്ടിരിക്കുന്നത്? ആ ചോദ്യത്തിന് മറുപടി പറയാതെ പുതിയ നിലയം ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് തുടങ്ങിയ പദ്ധതികൾ ഏതൊക്കെ പൂർത്തിയാക്കി എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഒരു ആശ്വാസ വാക്കുള്ളത്, വൈദ്യുത മന്ത്രി അത്ര ആവേശം കാണിച്ചില്ല എന്നതാണ്. വൈദ്യുത മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കേട്ടത്, തൽക്കാലം കേരളത്തിൽ ആണവ നിലയത്തിനൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല, അങ്ങനെ ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടതാണ്. ഏതായാലും ആണവ നിലയത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു പേടിയും പേടിക്കണ്ട, അതിവിടെ വരാനേ പോകുന്നില്ല. ഇനിയിപ്പോൾ ആര് എതിർത്തില്ലെങ്കിലും അത് വരാൻ പോകുന്നില്ല. കാരണം അത് ഇന്നൊരു സാധ്യതയേ അല്ല ലോകത്ത്.